ക്വാറി ബാർ മുതലാളിമാർ തൊട്ട് സകലമാന മാഫിയകളുടെയും കയ്യിൽ നിന്ന് പിരിച്ചെടുത്തത് കോടികളാണ്. ഈ കണക്കെല്ലാം പൂഴ്ത്തിവെക്കുകയാണ് പിണറായി. തദ്ദേശ സ്ഥാപനങ്ങളെ കുത്തിപ്പിഴിഞ്ഞ് വാങ്ങിയത് ഒന്നുമല്ല. കോർപ്പറേറ്റുകളുടെ കാല് നക്കി വാങ്ങിയ ലക്ഷങ്ങൾ ഏത് വഴിക്ക് പോയി, ആരുടെ അക്കൗണ്ടിലേക്ക് പോയി, അതാണ് അറിയേണ്ടത്. പക്ഷെ മുഖ്യൻ എല്ലാം മുക്കുകയാണല്ലോ. കേരളീയം നടത്തിയത് തന്നെ കീശ വീർപ്പിക്കാനാണ്. ആ വകയിൽ കുറച്ചൊപ്പിക്കാമെന്ന് മുഖ്യൻ കണക്ക് കൂട്ടി അത് തന്നെ നടന്നു. കേരളീയം സ്പോൺസർഷിപ്പ് കമ്മിറ്റിയുടെ കൺവീനർക്കും സ്പോൺസർമാരെ അറിയില്ലെന്നാണ് വിവരാവകാശ രേഖ. സ്പോൺസർഷിപ്പ് കമ്മിറ്റിയുടെ കൺവീനറായ ലോട്ടറി ഡയറക്ടർ എബ്രഹാം റെൻ IRS ആണ് സ്പോൺസർമാരുടെ വിവരങ്ങൾ ലഭ്യമല്ലെന്ന് അറിയിച്ചിരിക്കുന്നത്. സ്പോൺസർമാരുടെ വിശദാംശങ്ങൾ എബ്രഹാം റെന്നിന്റെ പക്കലാണെന്നും വിശദാംശങ്ങൾ അവിടുന്ന് ലഭിക്കുമെന്നും അതുകൊണ്ട് വിവരാവകാശ അപേക്ഷ ലോട്ടറി ഡയറക്ടർക്ക് കൈമാറിയിട്ടുണ്ടെന്നുമായിരുന്നു ടൂറിസം ഡയറക്ടറുടെ വിവരാവകാശ മറുപടി. എബ്രഹാം റൺ കൈമലർത്തിയതോടെ സ്പോൺസർമാർ ആരെല്ലാം എന്ന കാര്യത്തിൽ ദുരൂഹത വർദ്ധിക്കുകയാണ്. 27 കോടിയാണ് ഖജനാവിൽ നിന്ന് കേരളീയം പരിപാടിക്ക് നൽകിയത്. ബാക്കി തുക സ്പോൺസർഷിപ്പ് വഴിയും. സർക്കാർ കൊടുത്തതിന്റെ പല മടങ്ങ് സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്തിയെന്ന് മന്ത്രിമാരടക്കം വിശദീകരണം നൽകിയിട്ടുണ്ട്. ക്വാറി ബാർ മുതലാളിമാർ തൊട്ട് സകല മാഫിയകളുടെ കയ്യിൽ നിന്നും എബ്രഹാം റെന്നിന്റെ നേതൃത്വത്തിൽ കോടികൾ പിരിച്ചിരുന്നു. GST വകുപ്പ് അഡീഷണൽ കമ്മീഷണർ കൂടിയായ എബ്രഹാം റെന്നിനെ കേരളീയം പരിപാടിയുടെ പിരിവ് ഗംഭീരമാക്കിയതിന് മുഖ്യമന്ത്രി കേരളീയം വേദിയിൽ വലിയ ആഘോഷത്തോടെയും ആരവത്തോടെയും ആദരിച്ചിരുന്നു. കേരളീയം പരിപാടി കഴിഞ്ഞ് 2 ആഴ്ചയ്ക്കുള്ളിൽ സ്പോൺസർമാരുടെ വിശദാംശങ്ങൾ പുറത്തുവിടുമെന്നായിരുന്നു സ്വാഗത സംഘം കമ്മിറ്റി ചെയർമാൻ കൂടിയായ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയുടെ പ്രഖ്യാപനം. സ്പോൺസർമാരുടെ പേര് കേട്ടതോടെ ശിവൻകുട്ടി പ്രഖ്യാപനം മറന്ന് നവകേരള ബസിൽ ചാടിക്കയറുകയായിരുന്നു. കേരളീയം പരിപാടിയുടെ സ്പോൺസർമാർ ആരെല്ലാം, എത്ര കോടി പിരിച്ചു എന്ന വിവരാവകാശ ചോദ്യത്തിന് മറുപടി പറയാതെ ഒഴിഞ്ഞു മാറുകയായിരുന്നു കേരളീയം പരിപാടിയുടെ ജനറൽ കൺവീനറായ ചീഫ് സെക്രട്ടറി ഡോക്ടർ വേണു. വിവരങ്ങൾ ലഭ്യമല്ലെന്നും ടൂറിസം, വ്യവസായം, നികുതി, സാംസ്കാരികം വകുപ്പിൽ അപേക്ഷ അയച്ചിട്ടുണ്ടെന്നുമായിരുന്നു ഡോക്ടർ വേണുവിന്റെ മറുപടി. സാംസ്കാരികം വകുപ്പ് വിവരാവകാശം സാംസ്കാരിക കാര്യാലയത്തിലേക്കും വ്യവസായ വകുപ്പ് വ്യവസായ വാണിജ്യ ഡയറക്ടറേറ്റിലേക്കും നികുതി വകുപ്പ് ധനകാര്യ വകുപ്പിലേക്കും GST കമ്മീഷണറേറ്റിലേക്കും അപേക്ഷ ഇട്ട് തട്ടുകയാണ്. ടൂറിസം ഡയറക്ടറേറ്റ് എബ്രഹാം റെന്നിന്റെ ഓഫീസിലേക്കും ഇത് തട്ടിയിട്ടുണ്ട്. എബ്രഹാം റെന്നും കൈമലർത്തിയതോടെ വിവരാവകാശ കമ്മീഷണറെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് അഡ്വക്കേറ്റ് CR പ്രാണകുമാർ. സ്പോൺസർമാരുടെ പേര് വെളിപ്പെടുത്താത്തതിന് പിന്നിൽ മുഖ്യമന്ത്രിയാണെന്നാണ് പ്രാണകുമാറിന്റെ ആരോപണം.